ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്ന്, നിയമവ്യവസ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാവർക്കും മാതൃകയെന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യം. അതെ, നമ്മൾ ബ്രിട്ടനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇതേ ബ്രിട്ടന്റെ ഭരണകൂടത്തെയും പോലീസിനെയും ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, കേട്ടാൽ ചോറ് തിളയ്ക്കുന്ന ചില സത്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയുള്ള പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ മുഴങ്ങിക്കേട്ടു. ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് വേട്ടയാടിയത് 700-ലധികം പുരുഷന്മാർ. നായ്ക്കളെ തുറന്നുവിട്ടും പൊട്ടിയ കുപ്പികൾ കൊണ്ട് ശരീരം കീറി മുറിച്ചും ഇരകളെ നരകയാതനയിലേക്ക് തള്ളിവിട്ട ഒരു ഭീകര സംഘം. വർഷങ്ങളായിട്ട് UK-യിലെ തെരുവുകളിൽ ഭീതി വിതച്ച ഗ്രൂമിംഗ് ഗാങ്സ് അഥവാ പാകിസ്ഥാനി വംശജരായ റേപ്പ് മാഫിയകളുടെ ഞെട്ടിക്കുന്ന ഇരകളുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഇപ്പോൾ പാർലമെന്റ് രേഖകളിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ വിവരങ്ങളെല്ലാം അവിടുത്തെ പോലീസിനും ഭരണാധികാരികൾക്കും അറിയാമായിരുന്നു. പക്ഷേ പ്രതികളുടെ മതവും വംശീയതയും പുറത്തറിഞ്ഞാൽ തങ്ങൾക്ക് റേസിസ്റ്റ് എന്ന ലേബൽ വീഴുമോ എന്ന് ഭയന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിൽ അധികാരികൾ ഈ ഫയലുകളെല്ലാം പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്ന പേരിൽ ബ്രിട്ടൻ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ UK-യിൽ സംഭവിക്കുന്നത്? ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്താണ്? സിസ്റ്റം എങ്ങനെയാണ് പരാജയപ്പെട്ടത്? പരിശോധിക്കാം. ബ്രിട്ടനിലെ റീഫോം UK പാർട്ടിയുടെ MP ആയ റൂബർട്ട് ലോ പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഒരു കൊടുങ്കാറ്റിന് കാരണമായത്. UK-യിലെ റോത്തർഹാം, റോച്ച്ഡെയിൽ, ഓൾഹാം തുടങ്ങിയ നഗരങ്ങളിൽ ദശാബ്ദങ്ങളായിട്ട് നടന്നു വരുന്ന കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചാണ് ഈ ഒരു റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗത്തിന് പിന്നിലും പാകിസ്ഥാനി മുസ്ലിം പശ്ചാത്തലമുള്ള മാഫിയ സംഘങ്ങളാണ് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. റൂബർട്ട് ലോ പാർലമെന്റിൽ ഇരകളുടെ വാക്കുകൾ നേരിട്ട് വായിച്ചപ്പോൾ പല ജനപ്രതിനിധികളും കണ്ണീരോടെയാണ് അത് കേട്ടിരുന്നത്. ഈ ധീരമായ അതിജീവിച്ചവരുടെ വാക്കുകൾ പാർലമെന്റ് കേൾക്കണമെന്നും ഇനി ഒട്ടും വൈകാതെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം സഭയിൽ ആവശ്യപ്പെട്ടു. കേവലം വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത അത്ര ഭീകരതയാണ് ആ പെൺകുട്ടികൾ അനുഭവിച്ചത്. അതിൽ ചില വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കും.